CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പുതിയ പരിശീലകനെ കുറിച്ചും കൂടാതെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പുതിയൊരു സൈനിങ്ങിനെ കുറിച്ചും അതോടൊപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ സൂപ്പർ താരമായിട്ടുള്ള നോഹ സദോയിയെ കുറിച്ചുമുള്ള ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയോട് അനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അപ്ഡേറ്റുകൾ മാത്രമാണ്. അപ്പോൾ വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി എല്ലാവരും ശ്രമിക്കുക. ഏതായാലും ആദ്യത്തെ അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ നായകനായിട്ടുള്ള നോഹ സദോയിയെ തന്നെ കുറിച്ചാണ്. നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഈ ഒരു സീസണിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഇത്രയെങ്കിലും പിടിച്ചു നിന്നിട്ടുണ്ട് എങ്കിൽ ആ ഒരു നോഹ സദോയി എന്നുള്ള ആ ഒരു മൊറോക്കൻ സ്ട്രൈക്കറുടെ കഴിവ് തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് വേണ്ടിയിട്ട് ഈ ഒരു സീസണിൽ ലൂണക്കോ ബാക്കിയുള്ള താരങ്ങൾക്കൊന്നും അത്രയധികം തിളങ്ങാൻ സാധിച്ചിട്ടില്ലായിരുന്നു. നോഹ സദോയി എന്ന ആ ഒരു താരം വന്നതുകൊണ്ട് മാത്രമാണ് ഈ ഒരു സീസണിൽ ഇത്രയെങ്കിലും ബ്ലാസ്റ്റേഴ്സ് പിടിച്ചു നിന്നിട്ടുണ്ടായിരുന്നത്. ഏതായാലും നിലവിൽ പുറത്തേക്ക് വരുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ നോഹ സദോയി സ്കോർ ചെയ്ത അഥവാ നോഹ സദോയി ഗോളുകൾ നേടിയിട്ടുള്ള ഒരൊറ്റ മത്സരം പോലും ഇതുവരെയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഈ ഒരു സീസണിൽ പരാജയപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഈ ഒരു സീസണിലെ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഈ ഒരു സീസണിൽ 8 മാച്ചുകൾ വിജയിച്ചപ്പോൾ അതിൽ നോഹ സദോയി 7 ഗോളുകളോളം സ്വന്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും അതുകൊണ്ട് തന്നെ നോഹ സദോയിയെ ഒരുപാട് വിമർശിക്കുന്ന ആരാധകരോട് ഒന്നേ പറയാനുള്ളൂ, ഈ ഒരു സീസണിൽ അവൻ തന്നെയായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ താരം എന്നുള്ളത്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പുതിയൊരു സൈനിങ് ശ്രമത്തെ കുറിച്ചാണ്. നമുക്കറിയാം കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു വിപിൻ സിംഗ് എന്നുള്ള താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു എന്ന തരത്തിൽ. ഏതായാലും നിലവിൽ അദ്ദേഹത്തോടനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ട് കൂടി ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. അതെ, അടുത്ത സീസണിലേക്ക് വിപിൻ സിംഗിനെ സേവനം ലഭ്യമാക്കുവാൻ വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ശ്രമിക്കുന്നതായാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തേക്ക് വരുന്നത്. ഇതൊന്നും കൂടാതെ പോസിറ്റീവായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു താരത്തിന്റെ അഥവാ വിപിൻ സിംഗ് എന്നുള്ള ഈ ഒരു താരത്തിന്റെ മുംബൈ സിറ്റി എഫ്സിയുമായിട്ടുള്ള കോൺട്രാക്ട് ഈ ഒരു സീസൺ അവസാനത്തോടു കൂടി അവസാനിക്കുന്നതാണ്. ഇതുവരെ ആയിട്ട് മുംബൈ സിറ്റിയും ഈ ഒരു താരവും കൂടി കോൺട്രാക്ട് പുതുക്കിയിട്ട് പോലുമില്ല. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ചാൻസ് ഈ ഒരു താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ നമ്മളെല്ലാവരും കാണുന്നുമുണ്ട്. ഏതായാലും നിലവിലെ വിപിൻ സിംഗിന്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പരിശോധിക്കുകയാണെങ്കിൽ 1.6 കോടിയോളം രൂപയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതൊന്നും കൂടാതെ തന്നെ നിലവിൽ ഈ ഒരു സീസണിലാണെങ്കിൽ മുംബൈ സിറ്റി എഫ്സിക്ക് വേണ്ടി ലെഫ്റ്റ് വിങ്ങിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു താരം കൂടിയാണ് വിപിൻ സിംഗ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഒരു താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ടീമിലേക്ക് എത്തിക്കുകയാണെങ്കിൽ അത് ബ്ലാസ്റ്റേഴ്സിന് നല്ല രീതിയിൽ ഉപകാരപ്പെടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നതും. ഇനി ഏതായാലും അടുത്തൊരു വാർത്ത എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പുതിയൊരു പരിശീലകനെ കുറിച്ചാണ്. നമുക്കറിയാം ഇവാൻ വുക്കോമാനോവിച്ച് ബ്ലാസ്റ്റേഴ്സ് വിട്ടതിന് ശേഷം ബ്ലാസ്റ്റേഴ്സ് ഇതുവരെയായിട്ടും ക്ലച്ച് പിടിച്ചിട്ടില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഒരുപാട് പരിശീലകന്മാരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. അതിൽ ഇവാൻ വുക്കോമാനോവിച്ചും മൊളീനയും ഹബാസും ലൊബേറയും എല്ലാ പരിശീലകന്മാരും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നും കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതാ പുതിയൊരു പരിശീലകനെ കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. പരിശീലകനെ കുറിച്ച് പുറത്തേക്ക് വന്ന റിപ്പോർട്ടുകൾ പരിശോധിക്കുകയാണെങ്കിൽ മാർച്ച് 24 മുൻപായി കൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി അവരുടെ പുതുതായി വരുന്ന പരിശീലകനെ പ്രഖ്യാപിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വന്ന റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏതായാലും നിലവിൽ ഇറ്റാലിയൻ പരിശീലകനെ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ടീമിലേക്ക് എത്തിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഇറ്റാലിയൻ പരിശീലകനെ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതെ, ഇറ്റാലിയയിലെ മികച്ച കോച്ച് തന്നെയായിട്ടുള്ള ജിനോ ലെറ്റേരിയ എന്ന പരിശീലകനാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ഈ ഒരു പരിശീലകൻ തന്നെ ആയിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പരിശീലകനായി വരിക എന്നുള്ള വാദമൊന്നും എനിക്കില്ല. ഇനി അടുത്തൊരു വാർത്ത എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ സൂപ്പർ കപ്പിനെ കുറിച്ചാണ്. നിലവിൽ ഏതായാലും ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി അവരുടെ സൂപ്പർ കപ്പിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ആരംഭിക്കുവാൻ പോകുന്നത് മാർച്ച് 24 എന്നാണ്. എന്നാൽ മാതൃഭൂമിയാണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെയധികം ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ് ഇത് എന്നുള്ളത്. നിലവിൽ ബ്ലാസ്റ്റേഴ്സിന് മുന്നിലുള്ളത് സൂപ്പർ കപ്പ് സ്വന്തമാക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമാണെന്നാണ് കഴിഞ്ഞ ദിവസം പരിശീലകനായിട്ടുള്ള TG പുരുഷോത്തമൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എങ്ങനെയെങ്കിലും ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു കപ്പ് സ്വന്തമാക്കുക എന്നുള്ളത് മാത്രമാണ് നിലവിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ലക്ഷ്യം കൂടി എന്നുള്ളത്. ഏതായാലും ഇതിനെല്ലാം കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റായി രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനലിനും സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുമായി ഞാൻ വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.